നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വളരെ ടേസ്റ്റി ആയിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ആദ്യമേ തന്നെ ഒരു ബൗളിലോട്ടേക്ക് നിങ്ങൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് ചോറായാലും കുഴപ്പമില്ല. ഞാനിവിടെ 1.5 കപ്പിനടുത്ത് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറുവ അരിയാണ് കേട്ടോ, കുറുവ അരിയുടെ ചോറാണ്. അപ്പം ഞാനതൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് അധികം പുളിയില്ലാത്ത തൈര് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണൊക്കെ ധാരാളമാണ് കേട്ടോ. ഇനി ഒരു 2.5 ടേബിൾ സ്പൂണോളം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മളിത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വട തയ്യാറാക്കി എടുക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർക്കാം. അതായത് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ സവാള ഏറ്റവും കനം കുറഞ്ഞരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുള്ളത്, 1 ടീസ്പൂണോളം ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ളത്, 2-3 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുള്ളത്, പിന്നെ അധികം ഫൈനല്ലാത്ത കുരുമുളക് പൊടി, അധികം ഒത്തിരി പൊടിച്ച പൊടിയല്ല, ചെറുതായിട്ട് തരികൾ വരുന്ന കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. എല്ലാം കൂടി നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ വീണ്ടും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് ചോറിന് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ മിക്സ് ചെയ്ത മാവിനെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനുശേഷം കയ്യിൽ ഇതുപോലെ വെള്ളം നനച്ച് കൊടുത്തിട്ട് ചെറിയൊരു ബോൾ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ പരത്തരുത്, ജസ്റ്റ് സ്പൂണ് കൊണ്ട് മിഡിലിൽ നമ്മൾ ഇതുപോലെ ഒരു കുഴി മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. അതല്ലാതെ നമ്മൾ പരത്തിയെടുക്കരുത് കേട്ടോ. ഇനി നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആകുന്ന രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് ഉൾഭാഗം നല്ല രീതിയിൽ കുക്കായി കിട്ടുക. അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ചട്നി കൂടി ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇത് എത്ര ക്രിസ്പി ആണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലുപയോഗിച്ചിരിക്കുന്ന ചേരുവകളുടെ ലിസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.